അമേരിക്ക ഇറാൻ യുദ്ധത്തിന് അപ്രതീക്ഷിതമായ ഒരു താൽക്കാലിക വിരാമം ഉണ്ടായിരിക്കുന്നു എന്നതിന്റെ ആശ്വാസത്തിലാണ് ലോകം. തുടർച്ചയായി 13 ദിവസമായി ഇറാനെതിരെ ശക്തമായ ആക്രമണമായിരുന്നു അമേരിക്ക നടത്തിയത്. എന്നാൽ ഇന്നലെ കാര്യമായ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ശുഭകരമായാണ് ലോകരാജ്യങ്ങൾ കാണുന്നത്. കൂടുതൽ ആക്രമണങ്ങൾക്ക് പ്രസിഡന്റ് ട്രംപ് വെള്ളിയാഴ്ച അനുമതി നൽകിയില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടക്കാതെ സമാധാന ചർച്ചകൾക്ക് വഴി തുറക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നാണ് ഈ നീക്കങ്ങളിലൂടെ വിലയിരുത്തപ്പെടുന്നത്. ഇറാനെ കഴിഞ്ഞ രാത്രിയിൽ ആക്രമിച്ചതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ അറിയിപ്പുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇറാനെതിരായ നടപടികൾ നിർത്തിവെക്കാൻ ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. വെള്ളിയാഴ്ച തന്റെ ഉന്നത ഉപദേശകരും മുതിർന്ന ക്യാബിനറ്റ് അംഗങ്ങളും ഉൾപ്പെട്ട ഒരു മീറ്റിംഗിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ആക്രമണം തുടരുന്നത് നിലവിൽ മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുന്ന പാട്രിയറ്റ് മിസൈൽ ഇന്റർസെപ്റ്ററുകളുടെയും മറ്റ് വ്യോമ പ്രതിരോധ യുദ്ധോപകരണങ്ങളുടെയും ശേഖരത്തിൽ ഗണ്യമായ കുറവ് വരുത്തുമെന്ന ആശങ്കയാണ് സുപ്രധാന തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് താൽക്കാലികമാണോ അതോ സൈനിക നടപടികൾ ഉപേക്ഷിക്കുന്നതിന്റെ തുടക്കമാണോ എന്നതിൽ വ്യക്തതയില്ലെന്നും ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇറാനുമായി നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇറാൻ ഗൗരവത്തോടെയാണ് ഇതിനെ കാണുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇസ്രയേലിനോടും ആക്രമണം നിർത്തിവെക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടു. അമേരിക്ക ആക്രമണം ശമിപ്പിച്ചതോടെ ഗൾഫിലേക്കുള്ള ഇറാന്റെ തിരിച്ചടിയും കുറഞ്ഞിട്ടുണ്ട്. കുവൈത്ത്, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണങ്ങളൊന്നും ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അമേരിക്കയ്ക്കുള്ള മറുപടിയായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ ആക്രമണങ്ങളാണ് ഇറാൻ ഈ രാജ്യങ്ങൾക്ക് നേരെ നടത്തിയിരുന്നത്. ഇതോടെ പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് നീങ്ങുകയാണോ അതോ ഇത് കൊടുങ്കാറ്റിന് മുമ്പുള്ള വെറും ശാന്തത മാത്രമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഹോർമൂസിൽ ഇറാനോട് ആലോചിക്കാതെ പുതിയ പാത തുറക്കാൻ ശ്രമിച്ചതാണ് ധാരണ പൊളിച്ചതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഹോർമൂസ് ഉൾപ്പെടെയുള്ള സമാധാന ധാരണകളിൽ ചർച്ച ഊർജിതമായിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒമാനിൽ നിന്നുള്ള ഒരു സംഘം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെത്തി ചർച്ചകൾ നടത്തുകയാണ്. ഈ ആഴ്ച തന്നെ കരാർ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ ട്രംപിന്റെ നീക്കങ്ങളൊന്നും വിശ്വസിക്കാനാകില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ജൂണിൽ സമാധാന കരാർ ഒപ്പിട്ടതിന് പിന്നാലെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ അമേരിക്ക യുദ്ധം പുനരാരംഭിച്ചത്. അതിനാൽ ട്രംപ് എപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഇറാനെതിരെ വലിയ ആക്രമണമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് ഇപ്പോൾ യുദ്ധത്തിന് ഇടവേള നൽകിയിരിക്കുന്നത്. അത് കൂടുതൽ ശക്തമായ ആക്രമണം കോപ്പുകൂട്ടാനാണെന്ന വിലയിരുത്തലുകളും ഉണ്ട്. അതിനിടെ സൗദിയും ഹൂതി വിമതരും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത് യുദ്ധം ചെങ്കടലിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ പരിധികളും കൈവിടുന്ന രീതിയിലാണ് ഇരുവിഭാഗവും ആക്രമണം നടത്തുന്നത്. ഹോർമൂസിന് പിന്നാലെ ചെങ്കടലും യുദ്ധഭീതിയിലായതോടെ രാജ്യാന്തര വിപണി വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഇത് ക്രൂഡ് ഓയിൽ വില ഉൾപ്പെടെ വീണ്ടും വർദ്ധിപ്പിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്.